ഈ നിൽക്കുന്ന ആളാണ് സിംഗിൾ ബോബൻ. ഈ സിംഗിൾ ബോബൻ എന്ന് ആദ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സിംഗിളായിട്ടുള്ളൊരു ബോബൻ ചേട്ടനായിരുന്നു വിചാരിച്ചു. പിന്നെ ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴാണ് ചേച്ചിന്റെ പേര് സിംഗിളാണെന്ന് മനസ്സിലായത്. സിംഗിളും അല്ല, ഈ ചേച്ചിയുടെ പേര് സിംഗിളും ആണെന്ന് ആദ്യമായിട്ട് ഞാൻ സിംഗിൾ എന്ന് പറഞ്ഞൊരു പേര് വെക്കുന്നത്. നമ്മളൊക്കെ സാധാരണ പറയാൻ ഞാൻ സിംഗിളാണ്, കല്യാണം കഴിച്ചിട്ടില്ല, സിംഗിളാന്നല്ലേ പറയാം. അങ്ങനെ ഒരു സിംഗിളെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ പേരിലൊരു സിംഗിളും കൂടെ ഭർത്താവിന്റെ ഒരു ബോബനും കൂടി വന്നപ്പോൾ എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആയി. ചേച്ചിയുടെ കാര്യം പറയുന്ന ആരാന്നറിയാം, എൻ്റെ അടുത്ത് മഞ്ജു ബാദുഷിയാണ് പറയുന്നത്. മഞ്ജു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റസ്നി ഇങ്ങനെ ടോൾ ഗേറ്റിനവിടെ സിംഗിൾ ബോബൻ നടത്തുന്ന അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്, അത് കഴിച്ചേ പറ്റൂ, റസ്നി ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്ന് ഈ സിംഗിൾ ബോബൻ എന്ന് പറയുന്ന ഈ ആളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. മക്കളെ, ഇത് ചില്ലറക്കാരിയൊന്നും അല്ല കേട്ടോ. സ്വന്തം കാലിൽ നമ്മൾ എങ്ങനെ നിന്ന് വിജയത്തിലേക്ക് മുന്നോട്ട് പോകണമെന്ന് മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു പാഠമാകുന്ന ഒരാളാണിത്. അതായത് ഈ ചേച്ചി ഒരു സിംഗിളായിട്ട്, ഈ സിംഗിൾ ചേച്ചി സിംഗിളായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. പിന്നെ അച്ചാർ കമ്പനി, പലതരത്തിലുള്ള അച്ചാറുകൾ അല്ലേ, നാരങ്ങ, മാങ്ങ, ചെമ്മീൻ, ഇറച്ചിയൊക്കെ, അങ്ങനെ പലതരത്തിലുള്ള അച്ചാർ. ഈ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കി, സ്വന്തം ഉണ്ടാക്കി കൊന്നിങ്ങനെ പ്രൊഡക്റ്റ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അതങ്ങനെ വളർന്ന് പന്തലിച്ചപ്പോൾ പിന്നെ ഫുഡ് നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിയാം. എനിക്കും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമായില്ല, മറ്റുള്ളവർക്ക് നമ്മുടെ കുടുംബക്കാർക്കോ കസിൻസിനോ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആയിക്കൊള്ളാം എന്ന് പറയാം. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതാണ് ഇപ്പോൾ ഈ സിംഗിൾ ചേച്ചി ചെയ്തിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നിങ്ങളും കഴിച്ചു കാണും. ചെമ്മീന് ഒന്നും പറയണ്ട, കല്ലുമ്മക്കായ ഒന്നും പറയണ്ട, ഞണ്ടിന്റെ ഒരു സ്പെഷ്യൽ വിഭവമുണ്ട്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വീട്ടിലെ ഊണെന്നൊക്കെ പറയില്ലേ, സാധാരണ നമ്മൾ ഹോട്ടൽ ഊണും വീട്ടിലെ ഊണും ഭയങ്കര വ്യത്യാസമാണ്. എത്ര നമ്മൾ വീട്ടിലെ ഊണാണ് ഹോട്ടലിൽ കഴിച്ചെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ ഉണ്ടാവും. പക്ഷെ ഇതെനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. നമ്മുടെ അമ്മ നമുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേച്ചി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത്, ആ ഒരു ടേസ്റ്റ് ഇലയിൽ നല്ല വൃത്തിയിൽ. അതായത് പിന്നെ ഇവിടെ ഒരുപാട് മഹാലക്ഷ്മികളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ എല്ലാവരും എൻ്റെ മഹാലക്ഷ്മികളാണ് എനിക്കിവിടെ മൊത്തമുള്ളത്. അപ്പോൾ ആരെ നോക്കി ഇവിടുത്തെ സ്റ്റാഫുകളാണ് ഒക്കെ ലേഡീസാണ്. അവരൊക്കെ സിംഗിൾ ചേച്ചി കാണുന്നത് മഹാലക്ഷ്മി ആയിട്ടാണ്. അപ്പം തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിക്കൂടെ അതിൻ്റെ ഒരു പവിത്രത. എന്തായാലും ചേച്ചി ഇത് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഭക്ഷണമാണ്, ഭക്ഷണം നല്ല സ്വാദോടു കൂടി കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പൊടിക്കൈയും കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ, ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ സ്വാദോടെ കൊടുക്കുക. ആൾക്കാർ പറയും അടിപൊളിയാണെന്ന് പറയും. പക്ഷെ അതിൻ്റെ കൂടെ ചെറിയൊരു പൊടിക്കൈ ഞാൻ ചേർക്കാറുണ്ട്. എന്താണെന്നറിയാം, ഒന്ന് ആലോചിച്ച് നോക്ക്. അതന്നെ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം. സ്നേഹത്തോടു കൂടി നമ്മൾ ഒരാൾക്ക് വിളമ്പി കൊടുക്കുക. എന്നാൽ കഴിച്ചോ എന്നല്ല പറയുന്നത്, സ്നേഹത്തോടു കൂടി നമുക്ക് ഒരാൾക്ക് ഫുഡ് കൊടുക്കാം. ആ സ്നേഹത്തോടു കൂടി ഫുഡ് കഴിച്ചിട്ട് ചേച്ചി അടിപൊളി എന്ന് പറയുമ്പോൾ ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. അതില്ലേ, കണ്ടോ, അച്ചാറുകൾ പലതരത്തിലായിട്ട് ഇവിടെ ഉള്ളത്. എല്ലാത്തരം ഞാൻ എന്തായാലും മാങ്ങ ഒക്കെ കൊണ്ടുപോകും. എൻ്റെ സിസ്റ്റർ മോൻ വന്നിട്ടുണ്ട്, അവന് കൊണ്ടുപോകണം ബോംബെയിലേക്ക്. അപ്പം ഞാൻ മാങ്ങ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ കൈപുണ്യം നല്ലവണ്ണം ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞങ്ങൾക്കൊന്നും സാധിച്ചില്ല, കാരണം നമുക്ക് ഇതിനൊക്കെ ഒരു സപ്പോർട്ട് വേണം. നമ്മൾ പെണ്ണുങ്ങളെ എപ്പോഴും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെങ്കിലും 10 പേര് അറിഞ്ഞു തുടങ്ങിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നിപ്പോൾ സ്നേഹ എന്നൊക്കെ പറയുന്നത് എന്നെ അറിഞ്ഞു തുടങ്ങിയത്. അതുപോലെ സിംഗിൾ മോഹൻ എന്ന് പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് വന്നു ദേ. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഹസ്ബൻഡ്. ഹസ്ബൻഡിന്റെ ശക്തി ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മളൊരു സ്ഥലത്ത് എത്തില്ല, അല്ലേ? ഒരാണിന്റെ എപ്പോഴും നമ്മളൊരു പെണ്ണിന്റെ പുറകിൽ ഒരു ആണിന്റെ കരുത്ത് ഉണ്ടെങ്കിൽ മാത്രം ആ പെണ്ണിന് മുന്നോട്ട് പോയി വിജയിക്കാൻ സാധിക്കുള്ളൂ. അത് ഫ്രണ്ടായാലും ശരി, ഹസ്ബൻഡ് ആയാലും ശരി, ഒക്കെ അങ്ങനെയാണ്. ആരും ഇല്ലാണ്ട് വിജയിക്കുന്നവരുണ്ട്, പക്ഷെ അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം നമ്മൾ, അപ്പം നമുക്ക് വിജയിക്കാൻ സാധിക്കും. എന്തായാലും സിംഗിൾ ചേച്ചി അടിപൊളിയാണ്. ഞാൻ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉടനെ തുടങ്ങട്ടെ. എന്തായാലും അവിടെ നമുക്ക് എല്ലാവർക്കും കാണട്ടെ, നമുക്ക് ഒരുമിച്ച് കഴിക്കണോട്ടെ, എല്ലാവർക്കും കൂടി ഒരുമിച്ച്. അതെ, ഇവിടെ നല്ല തിരക്കാട്ടോ, അവിടെ ആൾക്കാർ നല്ല തിരക്കാണ്, ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പം അടുത്ത് തുടങ്ങണം. ഈ നിൽക്കുന്ന എല്ലാവരും ഞാനും വീണ്ടും വന്ന് അവിടെയും വന്ന് ഫുഡ് കഴിക്കും. മഞ്ജുവിന് ഒരുപാട് താങ്ക്സ്, കാരണം ഇത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ഇടപ്പള്ളി ടോൾ ഗേറ്റിൻ്റെ ടോളിൻ്റെ അടുത്ത് സ്റ്റോപ്പ്, ടോളിലേക്ക് തിരിയുമ്പോൾ തന്നെ കേട്ടോ ലുലുവിൻ്റെ ആ യൂ ടേൺ എടുത്ത് വന്ന് ടോളിൽ വന്ന് പോയിട്ട് സിംഗിൾ മോഹൻ തന്നെ അടിപൊളി നല്ല ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഓർമ്മ കാണാം. അപ്പോൾ എന്തായാലും ചേച്ചി അടിപൊളിയാവട്ടെ, ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നല്ല ഫുഡ് കൊടുക്കുക, നല്ല ടേസ്റ്റുള്ള ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് കോണിൽ, കേരളത്തിൻ്റെതല്ല എറണാകുളത്തിൻ്റെ എവിടെ ഏത് കോണിലായാലും ആൾക്കാർ ഓടിയെത്തും. അത് ഉറപ്പുള്ള കാര്യമാണ്. വലിയൊരു വിജയമായി മാറട്ടെ, എൻ്റെ പ്രാർത്ഥനയുണ്ടാവും.